സംഗതികളുണ്ട്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനെ പറ്റി പറയും, കൊടുങ്ങല്ലൂർ ഭരണിയെ കുറിച്ച് പറയും, കുംഭമേളയെ കുറിച്ച് പറയും. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ പയ്യന്നൂരിനടുത്ത് കുഞ്ഞുമംഗലത്ത് നടക്കുന്ന മാക്കത്തിന്റെ തെയ്യം. മാക്കവും മക്കളും എന്ന തെയ്യം ഒരമ്മയെയും രണ്ട് പിഞ്ഞു മക്കളെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്ത് മുറിച്ച് കൊന്നുകളഞ്ഞ് ഈ മണ്ണിൽ നിന്ന് തന്നെ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞ ഒരമ്മയും രണ്ട് കുഞ്ഞു മക്കളുമാണ് തെയ്യമായി വീണ്ടും ഈ പുതുകാലത്തിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ കുഞ്ഞുമാക്കത്തിന്റെ പൂരം, ഉത്തരമലബാറിലെ പൂരം എന്ന് പറയുന്നത് അതങ്ങനെ വളരെ വിശദമായി പറയേണ്ടുന്ന കാര്യമാണ്. അതിനുള്ള സമയമോ സാഹചര്യമോ അല്ല ഇത്. നമുക്കൊരു പൂരമുണ്ട്, നമ്മുടെ നോർത്ത് മലബാറുകളുടെ മീനപ്പൂരം എന്ന് പറയുന്ന പൂരോത്സവം. അത് ഇതുപോലെ തെയ്യം നടക്കുന്ന കാവുകളിലൊക്കെ പൂരോത്സവം വളരെ സവിശേഷമാണ്. അത് മധ്യ കേരളത്തിലോ തിരുവിതാംകൂറിലോ വള്ളുവനാടോ പറയുന്ന പൂരമോ അതിൻ്റെ സങ്കല്പങ്ങളോ അല്ല തുളുനാട്ടിലെ പൂരം എന്ന് പറയുന്നത്. അത് ഋതുമതികളാകാത്ത ചെറിയ കുട്ടികൾ അവർ കാമനെ പൂജിക്കുന്ന കാമദേവനെ, അവരുടെ വരുംകാല ജീവിതത്തിലേക്ക് കാമനെ കൊണ്ടുവരുന്ന അവന് വളരെ ഗംഭീരമായ ഒരു മിത്താണ് ഈ പൂരത്തിൻ്റെ പിറകിലുള്ളത്. അങ്ങനെ മാക്കത്തിന് 12 ആങ്ങളമാർക്ക് ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു കുഞ്ഞു പെങ്ങളാണ് മാക്കം എന്ന് പറയുന്നത്. വേറെ 12 ആണുങ്ങൾക്കാണ് ഒരു കുട്ടിയെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മാക്കത്തിന്റെ ഈ മീനപ്പൂരം വളരെ ഗംഭീരമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മാക്കം പറഞ്ഞു, എനിക്ക് അന്ന് നമ്മളിതിനെ ഈ പൂരത്തിന് കാമന ഉണ്ടാക്കും. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിലത് ഇപ്പോഴും ചില വീടുകളിലൊക്കെ നടത്തുന്നുണ്ട്. ചാണകം, ഇപ്പൊ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ചെറുവത്തൂർ അങ്ങോട്ടൊക്കെ കാമന ഉണ്ടാക്കുന്നത് ചാണക ഉരുളകൾ ഉണ്ടാക്കി അതിൽ ഈർക്കിൽ ചെമ്പകപ്പൂക്കളും ഒരിക്കിൻ പൂക്കളും കോർത്ത് നിർത്തി അത് കാമന്റെ മുകളിൽ കുത്തി നിർത്തിയിട്ട് ഒരു ചാണക ഉരുളിൽ കുത്തി നിർത്തി അത് 1-ാം ദിവസം ഒരു കാമൻ, 2-ാം ദിവസം 2 കാമൻ, ഇങ്ങനെയാണ് കാമന ഉണ്ടാക്കുന്നത്. ഇതിന്റെ പൂരോത്സവത്തിന്റെ അവസാന ദിവസം വലിയ കാമന നിലത്തുണ്ടാകും. മണ്ണിലുണ്ടാക്കി വലിയ ഒരു 10-12 അടി നീളവും 4-5 അടി വീതിയൊക്കെ ഉള്ള വലിയ നിലത്താണ് ഈ കാമന ഉണ്ടാക്കുന്നത്. പലതരം നമ്മുടെ മുന്നിലുള്ള പലതരം പൂക്കൾ കൊണ്ടാണ് ഈ കാമനെ അലങ്കരിക്കുന്നത്. അപ്പോൾ മാക്കം പറയും, എനിക്ക് അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങോട്ടെ കാമൻ ഒരു ചെവിടൻ കാമൻ, ഇങ്ങോട്ടെ കാമൻ ഒരു കുരുടൻ കാമൻ, എനിക്ക് അങ്ങനത്തെ അപ്പുറമുള്ള കാമൻ ഒരു മുടവൻ കാമൻ, എനിക്ക് ഇങ്ങനെയുള്ള കാമൻ എനിക്ക് ഉണ്ടാക്കിയിരുന്ന അപ്പോൾ എനിക്ക് ഏറ്റവും ഗംഭീരമായ കാമനെ തന്നെ ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ മാക്കത്തിന്റെ ആങ്ങളമാര് മൺകുഴവന്മാർ, ചെളിയിൽ കുഴച്ച് കലങ്ങൾ ഉണ്ടാക്കുന്ന മൺകുഴവന്മാരെ തേടി വരുത്തി അതിഗംഭീരമായ ഒരു കാമനെ തന്നെ മണ്ണിൽ മാക്കത്തിന് വേണ്ടി കുഴച്ചുണ്ടാക്കി. കാമനാരുടെ മെയ് ചമയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുത്തരങ്ങളെല്ലാം ഇവർ തേടി അലഞ്ഞു. എല്ലാ പൂക്കളും കിട്ടി. ആ കാമനാരെ ചമയിക്കേണ്ട പുത്തരങ്ങളെല്ലാം പൂക്കളഞ്ചിയിൽ നിന്ന് മാക്കത്തിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോ ഒരു പൂവ് മാത്രം കിട്ടിയില്ല. കാമന്റെ കൈവിരലുകളില്ല. ബാക്കി എല്ലാ അവയവങ്ങളും ഒത്തുവന്നപ്പോ വിരലില്ല കാമന്. വിരലില്ലെങ്കിൽ പിന്നെ കാമൻ എന്ത് ചെയ്യും? അപ്പൊ മാക്കം പറഞ്ഞു, എനിക്ക് വിരലില്ലാത്ത കാമന എനിക്ക് ശരിയാവില്ല, എന്തായാലും വിരൽ വേണമെന്ന് പറഞ്ഞ് കടാങ്കോട്ടെ ഈയവനാടൻ, അവിടുത്തെ പണിക്കാരനായ ഈയവനാടനോട് ആങ്ങളമാര് പറഞ്ഞു, നീ പോയിട്ട് ഈ വിരലുണ്ടാക്കേണ്ട പൂക്കളെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. കിളിതിഞ്ഞി പൂവാണ് ഈ വിരലുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഈയവനാടൻ പൂക്കൾ തേടി നാടായ നാട് മുഴുവൻ അലഞ്ഞു. കാരണം കിളിതിഞ്ഞി പൂവി ഇല്ലാതെ ഈ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഈയവനാടന് പറ്റില്ല. കാരണം മക്കത്തിന്റെ ആങ്ങളമാര് ചെറുക്കൽ കോവിലകത്തെ തമ്പുരാന്റെ പടച്ചേകവന്മാർ കൂടിയാണ്. അതിന്റെ കൽപ്പനയെ ധിക്കരിക്കാനുള്ള ശക്തിയൊന്നും ഈ ഈയവനാടനില്ല. അങ്ങനെ പോയി ഈയവനാടൻ വളരെ തുറസ്സായ ഒരു പാറയുടെ മുകളിൽ നിറയെ പൂത്തു നിൽക്കുന്ന കിളിതിന്നി മരം കണ്ടു. ചുവന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞ കിളിതിന്നി മരം കണ്ടപ്പോൾ ഈയവനാടന് വളരെ സന്തോഷമായി. എൻ്റെ മാക്കത്തിന് ഇത്രയേറെ പൂക്കളുണ്ടല്ലോ. അപ്പോൾ ഈയവനാടൻ വളരെ ആഹ്ലാദത്തോടു കൂടി ഈ പൂക്കൾ പൊട്ടിക്കാൻ പറയുമ്പോൾ, അരുത്, ഇതിലെ ഒരു പൂവ് പോലും നീ പൊട്ടിക്കരുത് എന്നാണ് പറയുന്നത്. ഈയവനാടൻ നോക്കുമ്പോൾ ഒരു ചാഞ്ഞ പൂക്കൾ കൊണ്ട് ചാഞ്ഞ ചില്ലയിൽ ഒരു മുടവൻ കിളി നടക്കാനും ഇരിക്കാനൊന്നും ശേഷിയില്ലാത്ത, വളരെ പശുവായിരിക്കുന്ന, ഒന്നും ശേഷിയില്ലാത്ത
ഒരു മുടവൻ കിളിയാണ് പറയുന്നത്. അപ്പൊ ഇതിലെ പൂ ഇതിനൊക്കെ പൊട്ടിക്കാൻ അധികാരമില്ല എന്ന് പറയുന്നു. അപ്പൊ പറയും, അയ്യോ എന്നോട് അങ്ങനെ പറയാനൊന്നും പറ്റില്ല, ഞാൻ വരുന്നത് ഞാൻ കുഞ്ഞമംഗലത്തെ കടാങ്കോട്ട് തറവാട്ടുന്നാണ്. പന്തിരി വരെ ആങ്ങളമാരുടെ ഒരേ ഒരു കുഞ്ഞിപ്പെങ്ങൾക്ക് കുഞ്ഞിമാക്കത്തിന്റെ പൂരം നോമ്പിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നോട് നോ എന്നൊന്നും പറയാനുള്ള ഇതൊന്നും നിനക്കില്ല. അപ്പോൾ നീ ഏത് മാക്കത്തിന്റെ വീട് വന്നാലും ഇതിന്റെ ആള് ഞാനാണ്, ഇതിന്റെ ഒരു ഇല പോലും പൊട്ടിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് പറയും. അപ്പൊ ഇയാൾ ഭയങ്കര പ്രശ്നത്തിലായി. അപ്പൊ ചോദിക്കും, നിന്റെ ബാക്കിയുള്ള കിളിമക്കളെല്ലാം എവിടെ പോയി? എൻ്റെ മുടവൻ കിളിയെ അവരൊക്കെ മാമാങ്കക്കൂത്ത് കാണാൻ പോയി, എൻ്റെ ഈയവനാടാ. ചോദിക്കും, ബാക്കി എന്നിട്ട് ഞാൻ വേറെ നിന്റെ കൂടെയുള്ള കിളികളൊക്കെ എവിടെ? അവർ എൻ്റെ കൂടെയുള്ള കിളികളൊക്കെ അത് സാമൂതിരിക്കോലത്ത് മാമാങ്കം നടക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാ കിളിമക്കളും മാമാങ്കക്കൂത്ത് കാണാൻ പോയി, എൻ്റെ ഈയവനാടാ എന്ന് പറയും. അപ്പോൾ എനിക്ക് പൂവില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ മരണത്തിനും കുഞ്ഞുമാക്കത്തിന്റെ ചിരിക്കുന്ന മുഖത്തിനുമിടയിൽ ഈയവനാടൻ വിഷമിച്ചു പോയി. എന്ത് ചെയ്യും? പോയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് മരണം ഉറപ്പാണ്. അപ്പോ മുടവൻ കിളി പറയും, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യും, ഈ പൂത്തു നിൽക്കുന്ന മരത്തെക്കുറിച്ചൊരു പാട്ട് പാടാൻ പറയുകയാണ്. മരണത്തിന്റെ മുഖത്ത് നിന്ന് ഈയവനാടൻ പറയും, ഞങ്ങൾക്ക് എഴുത്തോല മുറിയാൻ പിടിച്ചോനല്ല ഞാൻ, ഒരു എഴുത്തോല ഞാനിതുവരെ കൈകൊണ്ട് പിടിച്ചിട്ടില്ല, ഒരു നിലത്തെഴുതിയ എഴുത്ത് വഴിയെ നടന്നോനല്ല ഞാൻ, ഒരു നിലത്തെഴുതിയ ആ വഴിയിൽ കൂടെ പോലും ഞാൻ നടന്നിട്ടില്ല, പിന്നെങ്ങനെ ഞാൻ നിങ്ങളെക്കുറിച്ചൊരു പാട്ട് പാടേണ്ടു? അതൊന്നും പറഞ്ഞാൽ നടക്കൂല. പാട്ട് ഞങ്ങളെക്കുറിച്ച് ഒരു പാട്ടും ചിന്തും പാടുക വേണം. ഈ ഒരു പാട്ടും ചിന്തും പാടിയാൽ നിനക്കെന്റെ ഉത്തരങ്ങൾ തരാം. അപ്പോൾ പറയും, എനിക്കറിയില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, ഞാൻ പാട്ടുകാരനല്ല, നീ പൊയ്ക്കോളൂന്ന് പറയും. അങ്ങനെ മരണമുഖത്ത് നിന്ന് ഈ വിടർന്ന് കൂത്തു നിൽക്കുന്ന കിളിതിന്റെ മരവും കുഞ്ഞിമാക്കത്തിന്റെ കളിച്ചിരികളും ഈയവനാടനെ ഒരു പാട്ടുകാരനാക്കി മാറ്റുകയാണ്. ഒന്നാം തിങ്കളിൽ ഒരു മടൽ ഓലന്മേൽ ഒന്നല്ലോ കിളി കൂടണച്ചു, രണ്ടാമത്തെ തെങ്ങുമ്മൽ ഇരുമടൽ ഓലന്മേൽ രണ്ടല്ലോ കിളി കൂടണച്ചു, മൂന്നാം തെങ്ങുമ്മൽ മടൽ ഓലന്മേൽ മൂന്നല്ലോ കിളി കൂടണച്ചു. ഓരോ വരി പാടുമ്പോഴും അപ്പൊ ഈ മറ്റു കിളികളൊക്കെ ഈ പൂക്കൾക്കുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈയവനാടൻ വളരെ ദൂരെ നിന്ന് വരുന്ന കാണുമ്പോൾ മറ്റു കിളികളൊക്കെ പറയും, മുടവൻ കിളിയെ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളെല്ലാം മാമാങ്കക്കൂത്ത് കാണുവാൻ പോയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവൻ നമ്മുടെ കണ്ടീഷനൊക്കെ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ ഇവന് നിങ്ങൾ പൂക്കൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഓരോ വരിപ്പാട്ടും ഈയവനാടൻ പാടുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഓരോ പൂങ്കുലകൾക്കുള്ളിൽ നിന്നും കിളികൾ പുറത്തേക്ക് വരികയും ഈയവനാടന് വേണ്ടി പൂക്കൾ കൊത്തി ഉതിർക്കുകയും ചെയ്തു. അങ്ങനെ മൂന്നാം മടലോലമ്മൽ തെങ്ങമ്മൽ മുമ്മടലോലമ്മൽ മൂന്നല്ലോ കിളി കൂത്താടുക. അങ്ങനെ അതിഗംഭീരമായ പാട്ടാണ് ഈയവനാടൻ പാടുന്നത്. പാട്ട് പാടി കഴിയുമ്പോഴേക്കും ഈയവനാടന് ചുറ്റും കിളിതിന്നിപ്പൂ വന്ന് നിറയുകയാണ്. അപ്പൊ ഈയവനാടൻ കിളിയോട് പറയുകയാണ്, എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച എൻ്റെ കിളിമക്കളെ നിങ്ങൾക്ക് ഞാൻ എന്താണ് പകരമായി നൽകേണ്ടത്? അവർ ഞങ്ങൾക്ക് നീ പകരമായി ഒന്നും നൽകേണ്ടതില്ല, എൻ്റെ കുഞ്ഞിമാക്കത്തിന്റെ പൂരം നോമ്പിന്. അപ്പൊ ഈയവനാടൻ പറയും, നിങ്ങൾക്ക് പകരം ഒന്നും നൽകേണ്ടതില്ലെങ്കിലും എൻ്റെ കുഞ്ഞിമാക്കത്തിന്റെ പൂരം നോമ്പിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പന്തലൊരുക്കും, നിങ്ങൾക്ക് വേണ്ടി കദളിപ്പഴവും ചക്കരച്ചോറും ഞാൻ വേറെ ഉണ്ടാക്കും, തിനയരി കൊണ്ട് ചോറുണ്ടാക്കും. അങ്ങനെ പഴംപൂക്കൾക്ക് പകരം പുതുമ്പൂ നിറച്ച കൊട്ടയുമായി ഈയവനാടൻ കുഞ്ഞിമംഗലത്തേക്ക് പോവുകയും അങ്ങനെ മാക്കത്തിന് വേണ്ടി കാമനാരുടെ രൂപമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പാലപ്പൂ കൊണ്ട് നെഞ്ചുണ്ടാക്കി, വയലപ്പൂ കൊണ്ട് അരപതിച്ചു, മുല്ലമൊട്ട് കൊണ്ട് മുലമൊട്ടുണ്ടാക്കി, കുമുദമ്പൂ ചെവിയിൽ കാമദേവന് കുമുദമ്പൂ കൊണ്ട് കാമനയിൽ ചെവിയുണ്ടാക്കി, എള്ളിൻ പൂ കൊണ്ട് മൂക്കുണ്ടാക്കി, ആലത്തിൻ പൂ കൊണ്ട് കാമനാർക്ക് താടി ചമച്ചു, കൗങ്ങിൻ പൂക്കുലയിൽ കാമനാർക്ക് തടച്ച മുടി തടച്ചു, കറുകക്കൊടി നാവിൽ കാമൻ രുചിയറിഞ്ഞ്, പുഞ്ചയരിപ്പുല്ലിൽ കാമൻ പുഞ്ചിരിച്ചു, പൊന്തിക്കുരു കണ്ണുമിഴിച്ച്
കാമൻ ഈ ലോകത്തെ കണ്ടു. താമരപ്പൂവ് കൊണ്ട് കാമനാർക്ക് കിരീടമുണ്ടാക്കി. മുരിക്കിൻ പൂ കൊണ്ട് കാമനാർക്ക് ചെറിയുണ്ടാക്കി. ചെറി എന്ന് പറഞ്ഞാൽ നമ്മളെ ചുണ്ട് എന്നാണ് അർത്ഥം. അത് മുരിക്കിൻ പൂ, അത്രയും ചുവപ്പുള്ള പൂവാണ് മുരിക്കിൻ പൂ കൊണ്ട് കാമനാർക്ക് ചെറിയുണ്ടാക്കി. കണ്ണാടികൾ പതിച്ച് കാമനാർക്ക് കവലുണ്ടാക്കി. വീരരാജൻ പുതുപ്പണം കൊണ്ട് നിലത്തിൽ കാമനാർക്ക് ചൊട്ട വെച്ചു. അല്ലിച്ചെന്താമര കൊണ്ട് കിരീടമുണ്ടാക്കി. ചെന്താമര ഇല കൊണ്ട് കുടയുണ്ടാക്കി. ചെന്താമര തണ്ടുകൊണ്ട് വടിയുണ്ടാക്കി. ഇങ്ങനെയാണ് ഒരു കാമന് നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ പൗരാണിക കാവ്യ സങ്കല്പനങ്ങളിൽ എങ്ങനെയാണ് പ്രകൃതി. നമ്മളെല്ലാവരും പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്നത് ശാകുന്തളം 4-ാം അംഗത്തിൽ കണ്ണൻ ശകുന്തളയെ യാത്രയാക്കുമ്പോൾ ശകുന്തളയ്ക്ക് വേണ്ടി ആൽമരങ്ങൾ പുടവ കൊടുത്തു, ചെമ്പഞ്ഞി ചാറ് കൊടുത്തു. ദീർഘപാങ്കൻ എന്ന മാൻകുട്ടി ശകുന്തളയെ അന്വേഷിച്ചു. നല്ലതന്നെ, അല്ലാതെ അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതിനും അപ്പുറമുള്ള ഇത്തരത്തിലുള്ള അതിഗംഭീരമായ നാട്ടുഗാനങ്ങളും അതിൻ്റെ പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേരേണ്ടുന്ന ജീവിത സന്ദേശങ്ങളും നമ്മുടെ ജീവിതക്രമത്തിൽ തന്നെ നമ്മുടെ പൂർവാചാര്യന്മാരായ നമ്മുടെ നാട്ടുമനുഷ്യർ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓർമ്മകളെ, അത്തരത്തിലുള്ള സംഭാവനകളെ ജാതി, മത, ഭക്തി ചിന്തകൾക്കും അതീതമായി ഇതൊരു സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് വളരെ യുക്തിസഹമായി